ഹലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ്റെ എപ്പിസോഡാണല്ലോ. ലാലേട്ടൻ വന്നതമ്മേ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു വന്നത്. ക്യാപ്റ്റനായ ആര്യനോട് ലാലേട്ടൻ ചോദിച്ചു വൃത്തിയെക്കുറിച്ചിട്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഹോസ്മേറ്റ്സിനെയൊക്കെ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അകത്തൊന്ന് പോയി ചെക്ക് ചെയ്തേ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിട്ട് ലാലേട്ടൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. എല്ലാ റൂമിലും പോയി ചെക്ക് ചെയ്തു. കിച്ചണിലുള്ള ഫുഡ് കഴിച്ച പാത്രത്തിനടക്കം ലാലേട്ടൻ സിങ്കിലേക്ക് ഇട്ടിട്ട് വെള്ളമൊക്കെ തിരിച്ചു വെച്ച് എന്നിട്ട് പോകണം. ലാലേട്ടൻ അകത്തേക്ക് പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആര്യൻ്റെ ബാൻഡില്ലേ നെവിൻ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്പൈക്കക്കുട്ടിനെയും കൊണ്ടാണ് കേട്ടോ ലാലേട്ടൻ അകത്തേക്ക് പോയത്. ആ ഒളിപ്പിച്ച് വെച്ച് ബാൻഡിനെ എടുത്തിട്ട് ലാലേട്ടൻ വരികയും ചെയ്തു. അക്ബർ നന്നായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഓരോരോ ബാഡ് വേർഡ്സൊക്കെ യൂസ് ചെയ്തല്ലോ. അതുകൊണ്ട് ബിഗ് ബോസിൽ കൺഫെഷൻ റൂമിലേക്ക് അക്ബറിനെ വിളിച്ചു. അവിടെ പോയിട്ട് അക്ബറിൻ്റെ പാരൻസ് അമ്മയോട് സംസാരിപ്പിച്ചു. അമ്മയും പാരൻസ് എല്ലാം നന്നായിട്ട് വിഷമിക്കുന്നുണ്ടല്ലോ. ഞാനും പറഞ്ഞുവല്ലോ അന്ന് 2-3 പ്രാവശ്യം അക്ബർ ഇങ്ങനെ ചെയ്തു പറഞ്ഞ് നമുക്കേ കാണുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആവണോ, ഭയങ്കരമായ ബാഡ് വേർഡ്സ്. അപ്പോൾ അവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണോ നമ്മൾ സംസാരിക്കണമെന്ന് നമുക്ക് ഫീൽ ആയില്ലേ. അമ്മയും പറഞ്ഞു മോൻ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞു അക്ബറോട്. അക്ബറിനും അത് നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അമ്മമാരെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു ഷോയിൽ ഇങ്ങനെ പറയുമ്പോൾ ആർക്കാണെങ്കിലും അതൊരു നന്നായിട്ട് വിഷമം തട്ടുമല്ലോ. അക്ബറിന് നന്നായി ഫീൽ ചെയ്തു. പിന്നെ വീട്ടിലുള്ളവരെ കുറിച്ചിട്ട് പബ്ലിക്കുള്ള ഒപ്പീനിയനും അവർ വീഡിയോ ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു എല്ലാവരെ കുറിച്ചിട്ടും. അത്രയും ബാഡ് വേർഡ്സും ഓരോരോ ആക്ടിവിറ്റീസും ആരും ചെയ്യുന്നത് ശരിയല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും അത് ഒരു ഷോക്കുണ്ട്. എല്ലാവരും ഒപ്പീനിയൻ വന്നിട്ട് ഭയങ്കര മോശമായിരുന്നു. എല്ലാവരും ഒപ്പീനിയനും ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കളിച്ചു പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതല്ലേ പറയാം, നമുക്കേ കാണുമ്പോൾ അങ്ങനെയല്ലേ തോന്നുന്നത്. അതേപോലെ പിന്നെ മണ്ണിൻ്റെ ടാസ്ക് ചെയ്തില്ലേ, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ വഴക്കുണ്ടാക്കാണ്ടൊക്കെ മണ്ണിൻ്റെ ടാസ്ക് നന്നായി ചെയ്തുവല്ലോ. എന്ത് തന്നെ കളിച്ചാലും ആ വഴക്കുണ്ടാക്കാണ്ട് ചെയ്തത് ലാലേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു നല്ല ഒരു ഒപ്പീനിയൻ ലാലേട്ടൻ പറഞ്ഞു. മുട്ടയടിക്കേണ്ട ടാസ്ക് ഉണ്ടായിരുന്നില്ലേ, അതിൽ അവിടെ തന്നെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആര്യനും ജിസയിലും അത് നോക്കിയുമില്ല. ഹൗസ് മേറ്റ്സ് എല്ലാവരും കുറിച്ചൊന്നും പറഞ്ഞു ഇവരോട് അതെടുത്ത് നോക്കൂ വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ശ്രദ്ധിച്ചില്ല. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് നോക്കിയില്ല, അതിലുണ്ടല്ലോ മുട്ടയടിക്കണ്ടെന്ന് 1000 പോയിന്റ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്കെല്ലാവർക്കും അയ്യടാന്നായില്ലേ കാണുമ്പോൾ തന്നെ. നോക്കാൻ പറഞ്ഞിട്ട് ഇവർ നോക്കിയുമില്ല. 1000 പോയിന്റ് ചുമ്മാ പോയി. കലാപം സരികനെ ടാസ്കിന് വേണ്ടിയിട്ട് അകത്തേക്ക് പോകാൻ പറഞ്ഞതാണ്. ഇവരെന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ പോയിട്ട് അവനെ എവിക്റ്റ് ചെയ്തു. ആരും അത് പ്രതീക്ഷിച്ചില്ല. കലാപം സരികന് പുറത്തേക്ക് പോയത് അതെല്ലാവർക്കും അത് വല്ലാത്തൊരു ഫീലിംഗ് ആയി. ഇതായിരുന്നു ഇന്നത്തെ ടാസ്ക്. എല്ലാവരും മറക്കാതെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.